ഹൽദി എന്ന് പറയുമ്പോ ഒരു മഞ്ഞ കളറല്ലേ? ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞള്. അപ്പൊ ആ മഞ്ഞളില് വരുന്ന ഒരു പൂ കോളാമ്പി ഇടാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ മുക്കൂറ്റി ഇട്ടതാണ്. അത്രേ ഉള്ളൂ. ഈ ഡേയോ ഭയങ്കര ടെൻഷനുള്ള ഡേയാ. ടെൻഷൻ 2 മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ ഫുള്ള് ഡിലേ ആക്കി 3:30 ആയി. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് അടുത്ത മേക്കപ്പ് ഇടണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. മൊത്തത്തിൽ സീനാ. ശരിക്കും നമ്മളൊരു യൂഷ്വൽ ഹെൽത്തി അല്ലല്ലോ പ്ലാൻ ചെയ്തത്. ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ ഗെറ്റ് ടുഗെദർ അത് മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചങ്ങ് സ്പെൻഡ് ചെയ്യുക, അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ട്രഡീഷണൽ ആയിട്ടുള്ള ഹൽദി നമ്മളെല്ലാവരും വീഡിയോസിലൂടെയും ആരുടെയെങ്കിലും ഒക്കെ ഇവന്റ്സ് അറ്റൻഡ് ചെയ്തും ഒക്കെ നമുക്ക് ശീലമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് നമ്മുടെ ഹൽദി. ഇപ്രാവശ്യം നമുക്കിവിടെ മഞ്ഞൾ മുഖത്ത് തേക്കുക, വെള്ളം കലക്കി ഒഴിക്കുക, അതൊക്കെ ഒഴിവാക്കി പ്രകൃതി തന്നെ നമ്മളെല്ലാം നനച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ഫ്രഷ് ആയിട്ടിരിക്കുകയല്ലേ. അപ്പം അതെല്ലാം മാറ്റി നിർത്തി നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള ചെറിയ ഗെയിംസിലൂടെ നമ്മുടെ ഈ ഒരു 1 hour നമുക്ക് സഞ്ചരിക്കാം. അവിടെ ഇങ്ങനെ സൈഡൊന്നും വെച്ചില്ല, ബ്രൈറ്റ് സൈഡ് ഗ്രൂം സൈഡ് അങ്ങനെയൊന്നും വെച്ചില്ല. നമ്മളൊരു നറുക്കെടുപ്പ് പോലെ ലോട്ടിട്ട് റിബൺ എടുത്ത് റെഡ് എടുക്കുന്ന ഒരു ബ്രൈഡ്, ബ്ലൂ എടുക്കുന്ന ഒരു ഗ്രൂം. അതിപ്പോൾ എൻ്റെ അമ്മ ഗ്രൂം സെക്ഷനിലും അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ, അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് എൻ്റെ ഫേസ് തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു അജിത്തിന് കൊടുത്തൊരു ടാസ്ക്. ഇത് ചിലപ്പോൾ കസേരയിട്ട് നിന്നായിരിക്കും. ഇത്രയും പൊക്കമുള്ള വേറെ ആരും ഇവിടെ ഇല്ല. അതാ മണ്ടം വിനയ. മണ്ടം വിനയുടെ മണ്ട നേടിയ കൂട്ടിനെ നിയമിക്കും. ഇതായിട്ടാ അങ്ങനെ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂടി ഒരു അടിപൊളി ജഗപക പരിപാടി. പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ടി പരിപാടി പോലെ ആയിപ്പോയി. പിന്നെ കുറേ പേര് സജസ്റ്റ് ചെയ്തു ഹൽദി എല്ലായിരുന്നു, ഇച്ചിരി മഞ്ഞൾ തേക്കും, അങ്ങനത്തെ പരിപാടിയൊക്കെ വേണമായിരുന്നു എന്നുള്ളത്. അങ്ങനെ വേണ്ട, കാരണം അടുത്ത മൈലാഞ്ചി ഫംഗ്ഷൻ ഉടനെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം വാഷ് ഓഫ് ചെയ്തിട്ട് അടുത്തതിന് റെഡി ആവാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളത് വേണ്ടാന്ന് വെച്ചത്. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി അത് വെക്കായിരുന്നു അല്ലേ, അങ്ങനെ എനിക്ക് തോന്നി. ഫ്രണ്ട്സും ഫാമിലി എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് കുറച്ച് സമയം എൻ്റെ ഫാമിലി ആണെങ്കിലും അജിത്തിൻ്റെ ഫാമിലി ആണെങ്കിലും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് ലൈക്ക് കിടിലനൊരു ഫംഗ്ഷൻ ആക്കി തന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അജിത്തിൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലി എല്ലാവരും കൂടി വന്ന് അതങ്ങ് കളറാക്കി കളഞ്ഞു. പക്ഷെ മഴ ഇടയ്ക്ക് ഒരു വില്ലനായിട്ടൊക്കെ വന്നു, എന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. മഴ വന്നപ്പോൾ നമ്മൾ നമ്മുടെ സെറ്റപ്പൊക്കെ ഒന്ന് ഇച്ചിരി മാറ്റി. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഫങ്ഷൻ. കാരണം എല്ലാവരും ഒന്ന് ബോണ്ടായി. ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുന്നത്, ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു അത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഫംഗ്ഷൻ മൈലാഞ്ചിക്ക് വേണ്ടി ഉടനെ തന്നെ റെഡി ആവണം. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ബൈ.